വെറും പേര് അടി കിടക്കുന്ന 5-6 വറ്റിനും വേണ്ടി 5-6 ഇടങ്ങ വെള്ളം കുടിച്ച് പറഞ്ഞ ചെയ്തു. 3-4 മാസം മുമ്പ് നട്ട പൂളക്കൊമ്പ തീർത്ത് വരുന്ന കാഴ്ച കിട്ടിക്കാണ്ട് ആ പൂളൻ്റെ അപ്പത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നല്ല മഴ ചെയ്തിട്ട് സംഭവമൊക്കെ വലുതായിട്ടുണ്ട്, പക്ഷെ മഴ ചെയ്തിട്ട് വെള്ളം കയറി ചീഞ്ഞു പോകുമെന്നൊരു പേടി. ഈ ഓളമിക്സ് ഇങ്ങനെ കെട്ടിയിരുന്നാണ്. അപ്പൊ അതിൽ മൊത്തം വെള്ളം നിൽക്കുക. അപ്പൊ ഈ വയലിൽ വെള്ളം നിൽക്കണ മാതിരി വെള്ളം നിൽക്കുന്നതുകൊണ്ട് പൂള 2 പറിച്ചിട്ട് ഇന്ന് ശരിപ്പെടുത്താനുള്ള പരിപാടി. വണ്ണം കുറഞ്ഞ പൂളായിരിക്കും, എന്നാലും വേണ്ടിയില്ല പറിക്കന്നെ. അപ്പൊ ഇത് വെട്ടിയിരിക്കാനുള്ള ഒക്കപ്പാടെ വെട്ടണ്ട, 2, 4, 6, 5-8 പേരിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വെച്ചോട്ടാ, ഉണ്ടോന്നൊന്നും അറിയില്ല, നോക്കാൻ പറ്റും. ചേടാ ഒക്കെ തിരിച്ചായി കസാഫി എടുക്കും. പൊട്ടിപ്പോയിക്കണേ ഒന്ന് പറിച്ചെടുക്കണേ. ഈ പ്രാവശ്യം വെറുതെ ആയി കേസ് നട്ടത്. ഇങ്ങനെ വണ്ണം കുറഞ്ഞ പൂളന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അത് പുഴുങ്ങി തിന്നാനേ പ്രത്യേക ടേസ്റ്റാ. കൂടി ചാമ്പ വെറും പേര് അടി കിടക്കുന്ന 5-6 വറ്റിനും വേണ്ടി 5-6 ഇടങ്ങ വെള്ളം കുടിച്ച് പറഞ്ഞ ചെയ്തു. അങ്ങനെ അതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ റെഡിയാക്കി വെച്ചു. നമ്മളെ കപ്പ തട്ട നല്ല വെന്തുണ്ട്, നല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായി വെന്തുണ്ട്. നിങ്ങൾ കഴിച്ചോളെ, നല്ല രസമാണ്. ഇത് മൂത്ത കപ്പലിങ്ങാട്ടും ടേസ്റ്റാണ്. ഈ മഴക്കാലൊക്കെ ആവുന്ന സമയത്ത് കുടിച്ചിലേ ഈ വയലിൽ വെള്ളം കയറിയ പൂളങ്ങനെ വരും. ഇതേമാതിരി വണ്ണം കുറഞ്ഞ നല്ല രസമാണ്. നല്ല കാന്താരി ചമ്മന്തി, പാൽച്ചായ ഉണ്ട്, നല്ല മയം വരിക. അപ്പോൾ അതിങ്ങനെ ഈ സമയത്താണ് തിന്നത്. നല്ല പൊടിയുണ്ട്. സാധാ പൂളത്തിനെക്കാളും വ്യത്യസ്തമായ ടേസ്റ്റ്. നല്ല കാന്താരി ചമ്മന്തി ഉണ്ടോ, ഇത് ടേസ്റ്റ് അറിയാം. അപ്പൊ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും. ഒരു പ്രത്യേക റെസിപ്പി കേട്ടോ.